സാർ ഇത്തിരി ഡിപ്രസ്ഡ് ആണ്. കഴിഞ്ഞ ദിവസം അമ്മയുടെ അസ്ഥിത്തറയിലിരുന്ന് വിഷം കഴിക്കാനൊക്കെ ശ്രമിച്ചു. ഞങ്ങളെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. മാനസികമായി എത്ര തകർന്നു പോയിട്ടുണ്ടാവും അദ്ദേഹം. ബോഡിഗാർഡ് ശബ്ദം താഴ്ത്തിയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ അത്തരം ആരോപണം വന്നാൽ ഏതൊരു സാധാരണ മനുഷ്യനും തകർന്നു പോകുമെന്ന് നീലിമ ഊഹിച്ചു. റാമിന്റെ മുഖത്തെ സന്തോഷം തിരികെ കൊണ്ടുവരണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി. എനിക്ക് നിങ്ങളുടെ സാറിനെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കെല്ലാം ശരിയാക്കിയെടുക്കാം, നീലിമ പറഞ്ഞു. മാഡം, ആ പീഡനത്തിന് ഇരയെന്ന് പറയപ്പെടുന്ന കൊച്ചിന്റെ തന്തയ്ക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? ബോഡിഗാർഡ് ചോദിച്ചു. നീലിമ അപ്പോൾ അവരെ നോക്കി. യെസ്, ഉണ്ട്. നിങ്ങൾ ഊഹിച്ചത് വളരെ ശരിയാണ്. അയാളാണ് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത്, നീലിമ പറഞ്ഞു. അപ്പോൾ ബോഡിഗാർഡിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാൾ അന്നൊരിക്കൽ കണ്ടപ്പോൾ ഇത്ര ദുഷ്ടനാവുമെന്ന് കരുതിയതല്ല. അയാളുടെ മോൾക്ക് അസുഖം മാറാനും മറ്റും ഒരുപാട് പൈസ കൊടുത്ത ആളിനെയാണ് അയാളിപ്പോ കൊടുക്കാൻ നോക്കുന്നത്. അവൻ എന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാ അയാളെ കൊണ്ട് ഞാൻ സാറിന്റെ മുന്നിൽ കുറ്റേറ്റ് പറയിക്കും, ബോഡിഗാർഡ് പറഞ്ഞു. അപ്പോൾ ആ 2 ബോഡിഗാർഡും റാമിനെ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. ഒരു മുതലാളി എന്നതിൽ കവിഞ്ഞ സ്നേഹം അവനോട് അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അവനെ കളിയാക്കിയ അതേ ആളുകൾക്ക് മുന്നിൽ അവന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നീലിമ ഉടനെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിലന്ന് റെക്കോർഡ് ചെയ്തിരുന്ന ധീരവിന്റെയും രാഘവന്റെയും സംസാരം ബോഡിഗാർഡിനെ കാണിച്ചു കൊടുത്തു. അയാൾ അരിശത്തോടെയാണ് അത് കണ്ടു തീർത്തത്. ഇവനാണോ സാറിനെ കൊടുക്കാൻ നോക്കുന്നത്? ഇവരൊക്കെ അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? ബോഡിഗാർഡ് ധീരവിനെ വീഡിയോയിൽ കണ്ട അരിശത്തിൽ പിറുപിറുത്തു. അപ്പോഴും അതൊന്നും നോക്കാതെ എന്തോ ആലോചനയിലായിരുന്നു രാംദേവ്. ബോഡിഗാർഡ് അവന്റെ അരികിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, സർ, ഇതൊന്നും നോക്കിക്കേ. സാറിനെ കൊടുക്കാൻ ഇവനും ആ കൊച്ചിന്റെ തന്തയും ചേർന്ന് നടത്തിയ നാടകമാണ്. ഈ വീഡിയോ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവാണ്. നമുക്ക് ഇത് വെച്ച് നമ്മളെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയെന്ന് തിരിച്ചൊരു കേസ് കൊടുക്കാം. ഇതുവരെ തെളിവില്ലായിരുന്നല്ലോ. ഈ വീഡിയോ കണ്ട ജനങ്ങൾ സാറിന്റെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കും, എനിക്ക് ഉറപ്പുണ്ട്, ബോഡിഗാർഡ് പറഞ്ഞു. റാം അതിന് മറുപടി പറഞ്ഞില്ല. സർ, പ്ലീസ്, ഇങ്ങനെ വിഷമിക്കാതെ, നമുക്കിത് തെളിയിക്കാം. ഈ മാഡത്തെ ദൈവമാണ് ഇപ്പൊ ഇങ്ങോട്ട് അയച്ചത്, ബോഡിഗാർഡ് പറഞ്ഞു. അപ്പോൾ രാംദേവ് വീഡിയോയിലേക്ക് നോക്കി. ധീരവും രാഘവനും സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടും അവന്റെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായില്ല. ഇതിപ്പോ ഇനി തെളിയിച്ചാലും ഇല്ലേലും കുറച്ചുപേരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചു കാണില്ലേ? ആ ചീത്തപ്പേര് ജീവിതാവസാനം വരെ പോവില്ല, രാംദേവ് പറഞ്ഞു. സർ, അങ്ങനെ പറയരുത്. സാറിനെ തകർക്കാൻ ശ്രമിച്ചവരെ ജയിക്കാൻ അനുവദിക്കുന്നത് പോലെയാവും അത്, ബോഡിഗാർഡ് പറഞ്ഞു. അപ്പോൾ നീലിമ ഇടയ്ക്ക് കയറി. റാം, താനിങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ? താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് തെളിയിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ്. തെളിയിക്കാതെ ഇരുന്ന തന്റെ കരിയർ വരെ നഷ്ടമാവും, നീലിമ പറഞ്ഞു. നീലിമ, തനിക്കെന്നെ എത്ര നാളായി അറിയാം? കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ. എന്നെ വർഷങ്ങളായി അറിയാവുന്ന ജനങ്ങൾ, ബന്ധുക്കൾ, അങ്ങനെ എല്ലാവരും എന്നെ ഒരു പട്ടിയെ പോലെയാണ് ഇപ്പോൾ ആട്ടി ഓടിക്കുന്നത്. റോഡിൽ ഇറങ്ങാൻ പോലും വയ്യ. പീഡനവീരനെന്നൊക്കെ ആളുകൾ പരസ്യമായി വിളിച്ച് ആക്ഷേപിക്കുന്നു. ഏറ്റവും വലിയ സങ്കടം അതൊന്നുമല്ല. എന്റെ അനിയത്തിയോടൊക്കെ പ്രായം വരുന്ന കൊച്ചു പെൺകുട്ടികൾ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന തെളിവ് കൊണ്ട് നികത്താൻ കഴിയോ? ഞാൻ അനുഭവിക്കുന്ന വിഷമം, വേദന, ഇതൊന്നും ആർക്കും പറഞ്ഞ മനസ്സിലാവില്ല. എനിക്കിനിയും ഇതിന്റെ പിന്നാലെ നടക്കാൻ വയ്യ. കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും സന്തോഷം, രാംദേവ് പ്രതീക്ഷയറ്റ പോലെ പറഞ്ഞു. അയാൾക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ജീവിതം മടുത്തിരുന്നു. നീലിമ അയാളുടെ മുഖം നോക്കി. കണ്ണുകൾക്ക് കീഴിലൊക്കെ കറുത്ത പാടുകൾ വന്നിട്ടുണ്ട്. രാംദേവ് ശരിക്കും ഉറങ്ങാറില്ല എന്നവൾക്ക് തോന്നി. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആർക്കാണ് ഉറങ്ങാൻ സാധിക്കുക? നീലിമ ഒന്നുകൂടി രാംദേവിന്റെ അരികിലേക്ക് നീങ്ങി. റാം, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്കുണ്ടായ സകല മാനഹാനിയും നമുക്ക് ഈ വീഡിയോ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും. ട്രസ്റ്റ് മീ, ഞാൻ കൂടെയുണ്ട്. നിങ്ങളെപ്പോലെ ഒരാൾ തോറ്റുപോകാൻ പാടില്ല, നീലിമ പറഞ്ഞു. അപ്പോൾ രാംദേവ് അവളെ ഒന്ന് നോക്കി. അപ്പോൾ അവന്റെ ബോഡിഗാർഡ് അരികിലേക്ക് വന്നു. സർ, മാഡം പറയുന്നത് കേൾക്ക്. സർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ? നമുക്കിത് തെളിയിക്കണം. ആ ധീരവും അവന് കൂട്ടുനിന്നവരും അനുഭവിക്കണം. സർ അനുഭവിക്കുന്ന വേദന ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. പ്ലീസ് സർ, ബോഡിഗാർഡ് പറഞ്ഞു. അതെ സർ, ദയവായി ഈ വീഡിയോ കാര്യമായി എടുക്കണം. ധീരവ് ഇനി വിലസി നടക്കാൻ പാടില്ല, മറ്റൊരു ബോഡിഗാർഡ് കൂടി പറഞ്ഞു. അവരെല്ലാം അത്രയും സംസാരിക്കുന്നത് കൊണ്ട് റാമിന്റെ മനസ്സിൽ അല്പം മാറ്റം വന്നിട്ടുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി. അവൾ അവനെ നോക്കി. റാം, ഞങ്ങൾ ഇത്രയും പറയുന്നതല്ലേ, താനിത് കാര്യമായി എടുക്ക്. നമുക്കിത് പരിഹരിക്കണം, എത്രയും വേഗം, നീലിമ പറഞ്ഞു. നീലിമ, നിങ്ങളെല്ലാം എന്നെ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? രാംദേവ് ചോദിച്ചു.
അവന്റെ കണ്ണുകളിൽ നേരിയ ആശങ്ക കലർന്നതുപോലെ എല്ലാവർക്കും തോന്നി. ഉറപ്പായും സർ, ബോഡിഗാർഡ്സ് രണ്ടുപേരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. നോക്ക് റാം, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്നതുപോലും. ഈ തെളിവ് റെക്കോർഡ് ചെയ്തത് തന്നെ ജീവൻ പണയം വെച്ചിട്ടാണ്. അവരെന്നെ കണ്ടതുമാണ്. ഫോളോ ചെയ്തു വന്നപ്പോ ഞാൻ അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു. അല്ലായിരുന്നേൽ അവരെന്നെ കൊന്നു കളഞ്ഞെന്നെ. നീലിമ പറഞ്ഞു. രാംദേവ് അപ്പോൾ അവളെ ആശ്ചര്യത്തോടെ നോക്കി. നീലിമ, 1-2 വട്ടം കണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? അതിന് മാത്രം ആരാണ് ഞാൻ നിങ്ങൾക്ക്? രാംദേവ് ചോദിച്ചു. റാം, നിങ്ങൾ എനിക്ക് അധികം പരിചയമില്ലെന്ന് പറയുമ്പോൾ അത് കള്ളമാണ്. നേരിട്ട് പരിചയമില്ല എന്നത് ശരി തന്നെ. പക്ഷേ ഞാൻ വളരെ കാലം മുൻപേ ടിവിയിലും മറ്റും നിരന്തരം കാണുന്ന ഒരാളല്ലേ നിങ്ങൾ. ഞാൻ നിങ്ങളെ നല്ലൊരു അയൽവാസിയെ പോലെയോ നല്ലൊരു സുഹൃത്തിനെ പോലെയോ ഒക്കെയാണ് കാണുന്നത്. ആ നിങ്ങളെ ഇങ്ങനെ ആളുകൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ അമ്മ എത്രമാത്രം ആഗ്രഹിച്ചതാണ് നിങ്ങൾ കരിയറിൽ ഉയർന്നു കാണാൻ. ആ അമ്മയുടെ ആത്മാവ് വരെ ഇപ്പോൾ വേദനിക്കുന്നുണ്ടാവും. സോ എനിക്കിത് അവർക്ക് വേണ്ടിയെങ്കിലും തെളിയിക്കണമെന്നുണ്ട്, നീലിമ പറഞ്ഞു. നീലിമ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ രാംദേവ് ആകെ വല്ലാതെയായി. അവൻ ഉടനെ അമ്മയുടെ അസ്ഥിത്തറയിൽ ചെന്ന് നിലത്തേക്കിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ നീലിമയ്ക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. രാംദേവ് അമ്മയുടെ അടുത്തിരിക്കുന്നത് പോലെ അവിടെ ചാഞ്ഞിരുന്ന് കരഞ്ഞു. ബോഡിഗാർഡ്സ് ഉടനെ അയാളുടെ അടുത്തേക്ക് ചെന്നു. സർ, പ്ലീസ് കരയാതെ, നമുക്കിത് പരിഹരിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? അവർ റാമിനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. നീലിമ മിണ്ടാതെ നിന്നതേയുള്ളൂ. അവൾക്ക് സത്യത്തിൽ എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. നീലിമ അവനെ ശല്യം ചെയ്യാതെ അവിടെ നിന്നും മാറിയിരുന്നു. രാംദേവ് കരഞ്ഞു തീരും വരെ അവനെ ശല്യപ്പെടുത്തേണ്ട എന്നവൾ തീരുമാനിച്ചു. അയാൾ ഇത്രയും ദിവസം ഉള്ളിൽ അനുഭവിച്ചിരുന്ന വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർത്തു. എല്ലാത്തിനും ശേഷം രാംദേവ് പഴയ നിലയിലെത്തുമ്പോൾ അവനോട് ഒന്നുകൂടി വീഡിയോയുടെ കാര്യം ഓർമ്മിപ്പിക്കാമെന്ന് നീലിമ തീരുമാനിച്ചിരുന്നു. അല്പനേരത്തിനു ശേഷം രാംദേവ് എഴുന്നേറ്റ് മുഖം കഴുകി. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അയാൾ സ്വയം പറഞ്ഞു. അമ്മയുടെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കൂ അമ്മ. വളർത്തുദൂഷ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞവരെ കൊണ്ട് അത് മാറ്റി പറയിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അമ്മയുടെ മോൻ തോൽക്കില്ല, ഒരിക്കലും. രാംദേവിന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമം കുറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയ ബോഡിഗാർഡും നീലിമയും അവന്റെ അരികിലേക്ക് വന്നു. സർ, ഓക്കെ അല്ലേ? ബോഡിഗാർഡ് ചോദിച്ചു. അതിനു മറുപടി പറയാതെ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം രാംദേവ് നീലിമയെ നോക്കി. നീലിമ അപ്പോൾ മുന്നിലേക്ക് വന്നു. റാം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ വിശ്വാസമായില്ലേ? നമുക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ നിരപരാധിയാണെന്ന് പെട്ടെന്ന് തെളിയിക്കാൻ സാധിക്കും. നീലിമ പറഞ്ഞത് കേട്ട് രാംദേവ് മറുപടി പറയാതെ അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവൻ പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ചത് കണ്ടപ്പോൾ നീലിമ എന്ത് പറയണമെന്നറിയാതെ തരിച്ചു നിന്നു. റാമിന്റെ ആ പ്രവൃത്തി കണ്ട് ബോഡിഗാർഡ് രണ്ടുപേരും പരസ്പരം നോക്കി. രാംദേവ് തന്നെ മറ്റൊരർത്ഥത്തിലും കെട്ടിപ്പിടിച്ചതാവില്ലെന്ന് നീലിമയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവനെ തടയാൻ ശ്രമിച്ചില്ല. താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് തോന്നിയപ്പോൾ അവൻ പെട്ടെന്ന് പിന്മാറി. അയ്യോ, സോറി നീലിമ, ഞാൻ അറിയാതെ ഹഗ് ചെയ്തതാണ്. നിങ്ങളിപ്പോ ഈ തെളിവും കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ തകർന്നേനെ. അതിന്റെ സന്തോഷത്തിൽ ചെയ്താണ്, രാംദേവ് പറഞ്ഞു. അത് മനസ്സിലായി. സോറിയൊന്നും പറയണ്ട റാം, എനിക്ക് നിങ്ങളെ മനസ്സിലാവും, നീലിമ പറഞ്ഞു. അവൾ തന്റെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം കണ്ടപ്പോൾ റാമിന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. അപ്പോൾ അയാളുടെ അസിസ്റ്റന്റ് ശിവ അവിടേക്ക് വന്നു. രാംദേവിന്റെ മുഖത്ത് ഉത്സാഹം കണ്ട് ശിവ അത്ഭുതപ്പെട്ടു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.